ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡ്, അതായത് ചെറിയ മക്കളൊക്കെ രണ്ട് ഭാഗത്തും കെട്ടി നടക്കൂലേ, അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എലാസ്റ്റിക്കാണ് വേണ്ടത്. എലാസ്റ്റിക് പറഞ്ഞാൽ കളറിൻ്റെ എലാസ്റ്റിക് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നൈലോൺ ബാൻഡ് പോലത്തെ കളറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ആണോ വേണ്ടത് വെച്ചെങ്കിൽ ബ്ലാക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല, ബീഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബീഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് കൗതുകത്തോടും കൂടെ വാങ്ങിയതാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജായിട്ടും കമൻറ്റിലായിട്ടും അറിയിക്കുന്നുണ്ട്. ഇത്താക്ക് ഒഴിവ് പോലെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ അതിന് തന്നെയല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ രണ്ട് ഭാഗത്തും കെട്ടി നടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളിത് ഉണ്ടാക്കുമല്ലോ, ഹെയർ ബോ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഈ എലാസ്റ്റിക്, കളർ ഇലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ, നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളുടെ കയ്യിൽ, ഇതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലവറാണോ ഉള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കടകളിലൊക്കെ പോയാൽ നമ്മളിത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മളിത് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് കെട്ടിട്ട് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതിനി നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു വീതി വേണമെന്നുണ്ട്. എന്തായാലും ഇലാസ്റ്റിക് ആണല്ലോ, നമ്മുടെ തലയിൽ ഇട്ട് കഴിഞ്ഞാലും കുട്ടികളുടെ തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും എന്തായാലും വലിയും. അപ്പോൾ എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ലൈറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇവിടെ അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കയ്യിൽ കിട്ടിയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്താണെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്ലവർ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.